പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെഫ്ന. ഞാൻ 15 വർഷമായിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. MSMI സന്യാസിനി സമൂഹത്തിലെ സഭാംഗമാണ്. കഴിഞ്ഞ 2022 സാധാരണ നടത്തുന്ന ഒരു ചെക്കപ്പിനായിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഗൈനക്കോളജിസ്റ്റ് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓവറിയിൽ ചെറിയ സിസ്റ്റ് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള ചെക്കപ്പിൽ ഓവറി രണ്ടും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ ഒരു ലാപ്രോസ്കോപ്പി വഴി അത് നീക്കം ചെയ്യുവാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ഉച്ചവരെയും ജോലി കഴിഞ്ഞാണ് ഞാൻ തിങ്കളാഴ്ചത്തെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഓപ്പറേഷനായിട്ട് അവർ 7 മണിക്ക് എന്നെ ഓപ്പറേഷനായിട്ട് കയറ്റി. അവർ പറഞ്ഞതനുസരിച്ച് 40 മിനിറ്റിന് ശേഷം ഓപ്പറേഷന് ശേഷം കഴിയുമെന്നും ഓപ്പറേഷന് ശേഷം തിരികെ റൂമിലേക്ക് ഇൻറ്റൻസീവ് സെക്ഷനിലേക്ക് കൊണ്ടുവരുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഉച്ചയ്ക്ക് 12:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വേറെന്തോ സംഭവിച്ചിട്ടുണ്ടായെന്ന്. ഡോക്ടർ ഉടനെ വന്നു. ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അപ്പൻഡിക്സിൽ വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അത് അപ്പൻഡിക്സ് മുഴുവൻ പഴുത്ത് ഇരിക്കുകയായിരുന്നു. അത് അവർ ലാപ്രോസ്കോപ്പിയിലൂടെ റിമൂവ് ചെയ്തു. എന്നാൽ പെരിറ്റോണിയത്തിൽ ഒരു പച്ച കളറ് പോലുള്ള ദ്രാവകം അവർ കണ്ടതായിട്ട് പറഞ്ഞു. അതവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ലെന്നും ബയോപ്സിക്കായിട്ട് എല്ലാ ഓപ്പറേഷൻ ചെയ്ത സിസ്റ്റുകളെല്ലാം അവർ അയക്കുകയും ചെയ്തു. 5 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. ബയോപ്സിയുടെ റിപ്പോർട്ടിൽ അപ്പൻഡിക്സിലെ ആ മുഴ ക്യാൻസർ ആയിരുന്നുവെന്ന് മനസ്സിലായി. ഇതിന് മുൻപ് ഈ ഓപ്പറേഷന് മുൻപാണ് ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. വളരെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിരിക്കുമ്പോൾ അത്രയും നാളും കൊറോണക്കാരെ പേഷ്യൻറ്റിനെ നോക്കുകയും കൊറോണ പിടിച്ച ആളുകളുമായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരിക്കലും എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ഈ ആദ്യത്തെ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപ് എനിക്ക് കൊറോണ വന്നു. അതുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ നീട്ടിവെച്ചു. ഈ നീട്ടിവെച്ച സമയത്ത് ഞങ്ങളുടെ ഒരു സിസ്റ്റർ സാധാരണ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചു. സിസ്റ്റർ വിളിച്ച് ഫോൺ